പക്ഷേ ഈ സമയങ്ങളിൽ ഇന്ത്യയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു. അതായത് ഒന്ന്, ഒരു ഓട്ടോമേഷൻ, ഗവൺമെൻറ് തലത്തിലൊരു ഓട്ടോമേഷൻ അന്നത്തെ സെൻട്രൽ ഗവൺമെൻറ്, രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ് ഒരു എൻകറേജ് ചെയ്തു. അങ്ങനെയാണ് NIC ഒക്കെ ഫോം ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും വലിയൊരു റെയിൽവേ റിസർവേഷൻ, അത് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ അറിയത്തില്ല. നമുക്ക് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ, കേരളത്തിലോട്ട് വരണമെങ്കിൽ ഒരു 36 മണിക്കൂർ മുമ്പ് നമ്മൾ അവിടെ പോയി നിന്നാലേ ടിക്കറ്റൊക്കെ കിട്ടും. റിസർവേഷൻ കൗണ്ടറിൽ പോയി നിന്നാലേ റെയിൽവേ സ്റ്റേഷനിൽ. അതൊക്കെ മാറ്റിയിട്ട് അന്ന് സെൻറ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം എന്നും പറഞ്ഞ് ക്രിസ് എന്നും പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ടായി. അതുപോലെ കമ്പ്യൂട്ടർ മെയിൻ്റനൻസ് കോർപ്പറേഷൻ, അത് പിന്നീട് TCS ടാറ്റ ഏറ്റെടുത്തു. അതൊക്കെ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവായിരുന്നു. അന്ന് ഗവൺമെൻറ് മോണോപ്പൊളിയാണ്. ഇതുപോലെ പ്രൈവറ്റ് എൻ്റർപ്രണർഷിപ്പിൽ ഇൻഫോസിസ് ആണ്. 1981 ഇൻഫോസിസ് ആണ് അതിന് തുടക്കം കുറിച്ചത്. ഓഹരി വിപണിയിലെ നിക്ഷേപം വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി വായിച്ചു ഉറപ്പുവരുത്തേണ്ടതാണ്.